ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു ഇങ്ങനെയല്ല, ഞാൻ നോക്കട്ടെ. മാഡം തല കൊണ്ട് തലക്കിടിക്കുകയാണോ? അയ്യോ വൈരാഗ്യം ഉണ്ടെങ്കിലേ അത് ഇങ്ങനെയല്ല തീർക്കേണ്ട രാജു. മാഡം സോറി. വേണു ഏട്ടാ, രാവിലെ ഒരു എനർജി ഇല്ലടി. എന്നാ ഒരു ചായ കുടിച്ചാലോ എന്ന് മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പൊ ദാ ചായയുമായി സഹധർമ്മടി. നമ്മള് തമ്മിൽ എന്തൊരു മനപ്പൊരുത്താടി അല്ലേ? നമ്മുടെ നാളുകള് തമ്മിൽ നല്ല പൊരുത്തമാ. 10ൽ 10 പൊരുത്തം. അത് ശരി, 10ൽ 10 പൊരുത്തം ഉണ്ടായിട്ടാ കീരിയും പാമ്പും പോലെ ഞാനും നീയും കൂടി കുറച്ചുനാള് ചീറി ചീറി നടന്നത്. അത് മനസ്സിൽ തട്ടിയുള്ള വഴക്കുമല്ലോ ആയിരുന്നു വേണുവേട്ടാ. എനിക്ക് വേണുവേട്ടനെ നന്നായിട്ട് അറിയാം. നമ്മൾ തമ്മിൽ വഴക്കിട്ടാലും അതൊരു വഴക്കേ അല്ലെന്ന്. ഇതിനാടി ഈ അഡ്ജസ്റ്റ്മെന്റ് വഴക്കെന്ന് പറയുന്നത്. ഞാനും നീയും പരസ്പരം സഹിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ രാധേ, സ്നേഹിച്ച് ജീവിക്കുന്നവരല്ലേ. അതാ അതിന്റെ കാരണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആരോടും പരാതിയോ പരിഭവവും ഇല്ലാതെ ദൈവത്തിനോട് ഏതു നേരവും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം. അതെ വേണുവേട്ടാ, എന്തൊരു സമാധാനം. ഇതെന്താ ഒരു കൊരവിടണേ? നിങ്ങക്കെന്ത് പറ്റി? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തോന്നി. അതുകൊണ്ടാ കുറവാക്കി ചെയ്തത്. അപ്പൊ നിങ്ങക്ക് വട്ടായില്ല? ഓ, ഞാനിങ്ങോട്ട് പേടിച്ചുപോയി. കേട്ടോ രാധക്കൊച്ച്, ഹസ്ബൻഡും വൈഫും ആയാൽ ഇങ്ങനെ ഇരിക്കണം. സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിക്കണം. ഒടുവിൽ ഒരു നാരങ്ങാ മുട്ടായി പോലെ അലിഞ്ഞങ്ങ് ഒടുങ്ങണം. ഞാനും ഇവളും അങ്ങനെ ഒടുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലേടി? ഒടുങ്ങുമ്പോഴും പരസ്പരം ചീത്ത വിളിച്ചോണ്ട് ഒടുങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 90-ാം വയസ്സിലും കോടതി കയറി ഇറങ്ങി വിവാഹമോചനത്തിൽ നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ. പക്ഷേ ഞാനും എന്റെ അങ്ങേരും തമ്മില് നിങ്ങളെ പോലെ ആയിരുന്നു. പിരിയുന്നത് വരെ ഒടുക്കത്തെ സ്നേഹമായിരുന്നു. അപ്പൊ മരിച്ചതല്ല, പിരിഞ്ഞതല്ലേ? അതെ, 3 കരതണ്ടി പളനിക്ക് പോയതാ, പിന്നെ വന്നിട്ടില്ല. അല്ല, ആ വഴി കാട് കയറി കാണും. അതെ, ഞങ്ങള് നല്ല മാതൃകാ ദമ്പതികളായിരുന്നു. ദിവസവും വൈകുന്നേരെ വീടിന്റെ അടുത്തുള്ള മൂദേവി പുഴയുടെ തീരത്ത് പോയിരിക്കും. മൂദേവി പുഴയോ? അല്ല, ആ പുഴയുടെ കൈവഴിക്കേ മൂദേവി പുഴ എന്നാ പറയുന്നത്. എന്നിട്ട് കഥ കേക്കട്ടെ. ആ, മൂദേവി പുഴയുടെ തീരത്ത് പോയിരുന്നിട്ട് മൂപ്പര് കടല, കപ്പലണ്ടി മുട്ടായി, അരിമുറുക്ക്, പപ്പടവട ഇതെല്ലാം വാങ്ങിച്ചോണ്ട് വരും. കളകളാ ഒഴുകുന്ന പുഴയുടെ തീരത്തിരുന്ന് ഞങ്ങള് കറുമുറ തിന്നും. ഒരിക്കല് ഞങ്ങള് തമാശം പറഞ്ഞിരിക്കുമ്പോഴ് മൂപ്പര് പുഴയിലങ്ങ് ഒഴുകി പോകുന്നത് ഞാൻ കണ്ട്. അയ്യോ, എന്നിട്ട്? ഞാൻ ചവിട്ടി പുഴയിലേക്ക് തള്ളിയെന്നാ മൂപ്പരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. മാതൃകാ ഭാര്യ ആയതുകൊണ്ട് നിങ്ങൾ തള്ളിയിട്ടതായിരിക്കും, അതിന് സംശയമില്ല. അല്ല, പിന്നെങ്ങനെ കരയിൽ കയറി? അത് പിന്നെ ആരോ പുഴയിൽ മീൻ പിടിക്കാൻ വല വീശിയപ്പോ അതിൽ കുടുങ്ങി. എന്റെ ദൈവമേ, ധാര വന്നെ നോക്കിയേ. മോളെ, അപ്പൂപ്പിന്റെ പഞ്ചാരക്കുട്ടി സുഖല്ലേ പോക്ക്? മോളെ, ദേ അവിടെ നിക്കുന്ന ആരാ നോക്കി. ജോക്കറച്ചമ്മ. അങ്ങനെയൊന്നും വിളിക്കല്ലേ,
അച്ഛമ്മ എന്നെ വിളിക്കാവൂ. അതെ. എന്ത് വിളിച്ചാലും എനിക്ക് സങ്കടമില്ല. ഈ നിൽക്കുന്ന കുരുപ്പത്തിയുടെ അല്ലേ മോള്? മോള് ചെല്ല്, അച്ഛമ്മ പിണങ്ങും. ശരി. ചെല്ലി. അച്ഛമ്മേ, അച്ഛമ്മേ. അയ്യോ, അച്ഛമ്മയുടെ മുത്തുമണി, കുണ്ടുമണി, ഉമ്മ 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 ഉമ്മ. അയ്യോ, എന്താ മേ? വല്ലയിടത്ത് ഒളുക്കി കാണും. വയ്യാത്ത പട്ടി കയ്യാല കയറിയ ഇങ്ങനെ ഇരിക്കും. ശരീരം ഒന്ന് ഇളകിയപ്പം നടുവിന് മാലപ്പടക്കത്തിൽ തിരികൊളുത്തിയതുപോലെ പടപടാന്നൊരു പൊട്ടല്. അയ്യോ. അല്ല, വയസ്സ് ഇത്രയൊക്കെ ആയില്ലേ? എന്നാ അത് തിരിച്ചറിഞ്ഞ് വല്ലയിടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കോ? അതുമില്ല. എടാ, ആ മുരുകന്റെ വൈദ്യശാലയിൽ കുറച്ച് ധന്വന്തരം കുഴമ്പ് എണ്ണയും അരിഷ്ടമൊക്കെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കടാ. പ്രായമായില്ലടാ. കുഴമ്പ് എണ്ണയൊക്കെ നിങ്ങൾ വരട്ടിയാ മതി. എന്തായാലും എന്റെ കൊച്ചുമോള് വന്നതല്ലേ, ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണി കഴിക്കും. ഞാൻ മാമിയെയും മാമനെയും കണ്ടിട്ട് വരാം. ഓ, മാഡം, മാഡത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ നോക്ക്. രാജു ഇങ്ങനെയല്ല. ഞാൻ നോക്കട്ടെ. മാഡം, തല കൊണ്ട് തലക്കിടിക്കുകയാണോ? അയ്യോ വൈരാഗ്യം ഉണ്ടെങ്കിലേ അത് ഇങ്ങനെയല്ല തീർക്കണ്ട രാജു. മാഡം സോറി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഇങ്ങനെ തിരിഞ്ഞപ്പോ പെട്ടു. രാജു കരുതി കൂട്ടി ഇടിച്ചതാ. അയ്യോ അല്ല മാഡം. ഒന്നും പറയണ്ട, ഒന്നും മാഡം, പറയണ്ട. അല്ല മാഡം. എനിക്ക് കേൾക്കണ്ട. എനിക്ക് തല നല്ല വേദനിക്കുന്നു രാജു. മനഃപൂർവ്വം ചെയ്തതാ. ഹലോ, ആരിത്? ഐഷക്കുട്ടിയോ? വാ വാ. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഇതെപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അമ്മമ്മയും അപ്പൂപ്പനെയും കണ്ട് ഡ്രസ്സ് മാറി നേരെ ഇങ്ങോട്ട് വന്നു. ഐഷക്കുട്ടിക്ക് വെക്കേഷൻ അല്ലേ? എ സ്മോൾ വെക്കേഷൻ. എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, ഇടയ്ക്ക് പോണ്ടി വരും. പിന്നെ എക്സ്ട്രാ ക്ലാസ് പോയി പണി നോക്കാൻ പറ. അതെ, ഞങ്ങളാരും ഈ എക്സ്ട്രാ ക്ലാസ്സിലൊന്നും പോകത്തില്ലായിരുന്നു. നോവിനാലേ